ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലിക്വിഡ് ഡിഷ് വാഷ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ 5 ലിറ്റർ സാധനം ഉണ്ടാക്കാനുള്ള ഐറ്റംസാണ് വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കാസ്റ്റിക് സോഡ ഒരു 100 ഗ്രാം, ആസിഡ് സ്ലറി ഒരു 500 ml, പിന്നെ നമുക്കൊരു മിശ്രിതമാണ്. ഇതിൻ്റെ സോഡിയം ഫോസ്ഫേറ്റും യൂറിയയും ജി സാൾട്ടും കൂടെ കൂടിയുള്ളൊരു മിശ്രിതമാണ്. അതൊരു 100 ml. സ്മെല്ല് കിട്ടാനായിട്ട് ലിക്വിഡ് പെർഫ്യൂമും ഒരു 25 ml കാണും. പിന്നെ നമുക്ക് കളറിന് വേണ്ടിയിട്ടുള്ള കളർ പൊടിയാണ്. മിക്സിങ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കയ്യിൽ ഗ്ലൗസ് ധരിക്കുക എന്നുള്ളതാണ്. അതിന് സർജിക്കൽ ഗ്ലൗസ് ആയാലും മതി. എൻ്റെ കയ്യിലുള്ളത് പ്ലാസ്റ്റിക് ഗ്ലൗസാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് ഞാനതാണ് ഇടുന്നത്. ഇത് ഗ്ലൗസ് ഇടുന്നത് എല്ലാം കെമിക്കലായതുകൊണ്ട് നമുക്ക് സ്കിന്നിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് വരാം. അതുകൊണ്ടാണ് ഇതിടുന്നത്. ഇത് ഇട്ടു. നമുക്ക് ആദ്യമായിട്ട് കാസ്റ്റിക് സോഡ ഈ 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കണം. ആദ്യമേ നമുക്ക് കാസ്റ്റിക് സോഡ വെള്ളത്തിലിട്ടു. ഒരു PVC പൈപ്പ് ഉപയോഗിച്ച് ഞാനത് ഇളക്കുകയാണ്. നമ്മൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മളിത് കറക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് പതയൊക്കെ രൂപപ്പെടും, പിന്നെ അത് വലിയ പ്രശ്നമായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ വൺ സൈഡ് തന്നെയാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതായിരിക്കും. നമ്മളിത് ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഇളക്കേണ്ടതുണ്ട് നമുക്കത്. ഇപ്പോൾ ചെറുതായിട്ട് ഹീറ്റ് രൂപപ്പെട്ടിട്ടുണ്ട്. അത് രാസപ്രവർത്തനം നടക്കുന്നതിൻ്റെയാണ്. ചെറിയൊരു ചൂടുണ്ടാവും. നമുക്കതൊരു 10-15 മിനിറ്റോളം ചൂടുണ്ടാവും. നമ്മളത് ചൂടാറിക്കഴിഞ്ഞാലാണ് നമുക്കിതിലേക്ക് ഈ സ്ലറി മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടുണ്ട്, ഇപ്പോഴും ചെറിയ ചൂടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പിന് നമുക്ക് ഇതിലേക്ക് 4 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഈ വെച്ചിരിക്കുന്ന മിശ്രിതം ലയിപ്പിക്കാം. ആദ്യം നമ്മൾ കവറ് ഓപ്പൺ ചെയ്ത് നമുക്കതിലേക്ക് ചേർക്കാം. മിശ്രിതം നമ്മൾ വെള്ളത്തിലിട്ടു. ഇനി അത് നന്നായിട്ട് ഇളക്കി ചേർക്കണം. ഇതും അതുപോലെ തന്നെ ഒരേ സൈഡിലേക്ക് മാത്രമേ മിക്സ് ചെയ്യാമുള്ളൂ. റൊട്ടേഷൻ തിരിയാതെ ശ്രദ്ധിക്കുക. ഒരേ സൈഡിൽ ഇത് പെട്ടെന്ന് മിക്സാവും. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ശുദ്ധമായ മിക്സ് ആയി കഴിഞ്ഞപ്പോൾ ഒരു ശുദ്ധ ജലത്തിൻ്റെ നിറമായിരിക്കും ഇതിന്. കണ്ടാലറിയാം. നമ്മൾ മിനറൽ വാട്ടറൊക്കെ വാങ്ങിക്കുമ്പോൾ ഉള്ള പോലെ അത്ര ക്ലിയർ ആയിരിക്കും. ക്രിസ്റ്റലായിട്ടുള്ള ക്ലിയർ ക്രിസ്റ്റൽ വെള്ളം പോലെ നമുക്ക് തോന്നും. കുറച്ച് നേരം മിക്സ് ചെയ്യുക. നന്നായിട്ട് നമ്മൾ എന്തോരം മിക്സ് ചെയ്യുന്നോ അത്രയും നല്ല രീതിയിൽ നമ്മൾ ലിക്വിഡ് വരും. ഇതിപ്പോൾ ഏകദേശം മിക്സിങ് കഴിയാറായി. നമുക്ക്
ആദ്യത്തെ മിക്സ് ഏകദേശം തണുത്തു. നമുക്കിനി അതിലേക്ക് ഈ ലിക്വിഡ് സ്ലറി ആസിഡ് ഒഴിച്ച് മിക്സ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ഇളക്കിയ പോലെ തന്നെ ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കണം. ഈ സ്ലറി ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പത, നമ്മൾ സോപ്പിലൊക്കെ പത ഉണ്ടാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം ലിക്വിഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൺ സൈഡ് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പത പൊങ്ങിയിട്ട് പിന്നെ നമുക്ക് പാക്ക് ചെയ്യാനൊന്നും സാധിക്കില്ല. പത ഓവറായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അളവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വൺ സൈഡ് തന്നെ മിക്സ് ചെയ്യണമെന്ന് പറയാൻ കാര്യം. അപ്പോൾ നമ്മൾ സ്ലറി ഇതിൽ ഫുള്ളായിട്ടും 1/2 ലിറ്റർ നമ്മൾ സ്ലറി ഇതിലേക്ക് ഒഴിച്ചു. ഇനി നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മളിപ്പോൾ 1/2 ലിറ്റർ വെള്ളവും 1/2 ലിറ്റർ സ്ലറിയും കൂടെ കൂടി 1 ലിറ്റർ മിക്സ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളത് ശരിക്കും ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആവണം. കുറച്ച് നേരം ഇളക്കേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മിക്സ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഈ 4 ലിറ്റർ നമ്മൾ ആദ്യമേ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർക്കാം. ചേർത്ത് നന്നായി തന്നെ ഇളക്കണം. നമ്മൾ ഇത് ചേർത്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഏകദേശം ഒരു 90% വർക്കും കഴിഞ്ഞു. നന്നായിട്ട് വൺ സൈഡ് തന്നെ ഇളക്കണേ. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഇപ്പോൾ നമ്മൾ വൺ സൈഡ് ഇളക്കിയിട്ട് പോലും ഇത്രയും പത അതിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വൺ സൈഡ് തന്നെ ഇളക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം മിക്സ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് അവശേഷിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കളറും നമ്മുടെ അതിൻ്റെ പെർഫ്യൂമും ചേർക്കാൻ മാത്രമേ ഉള്ളൂ. മണത്തിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമും കളറ്. ഇപ്പോൾ നമ്മൾ കളറ് ചേർത്തു. ഇതിന് ഞാൻ ലെമൺ യെല്ലോയാണ്
ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്തിരി ഡാർക്ക് നിറമായിട്ട് നമുക്ക് തോന്നാം, പക്ഷേ 2 ദിവസം കുപ്പിയിലിരുന്ന് കഴിയുമ്പോഴേക്കും അതിൻ്റെ കളർ ഇത്തിരി കുറയും. അപ്പോൾ കറക്റ്റ് നിറമായിട്ട് വരും. അങ്ങനെ നമ്മൾ നന്നായിട്ട് ആ കളറ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ പെർഫ്യൂമും ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റി നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്ത് സഹായിക്കണം. ഇനി നല്ല നല്ല വീഡിയോകൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ ഡിഷ് വാഷ് ലിക്വിഡ്, വാഷിംഗ് പൗഡർ, പിന്നെ ഹാർപ്പിക്ക് അങ്ങനെയുള്ള ഇതും സോപ്പ് മുതലായവയൊക്കെ ആവശ്യമുള്ളവർ നമ്മളെ എൻ്റെ ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക. മിതമായ നിരക്കിൽ നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ്.